Pa, assalamu alaikum. Pa, assalamu alaikum. Pa, Uppa, something exciting happened today. ഇതിലെന്താന്നറിയോ ഉപ്പ? ഉപ്പ, you see എനിക്കൊന്ന് ഐപാഡ് കിട്ടി ആസ് എ ഗിഫ്റ്റ്. ഞാൻ അൺബോക്സ് ചെയ്തിൽ വെച്ചിട്ടുണ്ട്. ഉപ്പ, I think you're busy. മിൻഹ പോയാ കൊട്ടാക്ക് വീണ മിൻഹ ആ ഉറങ്ങിയില്ലേടേ നീ? ഇത് കോളേജിൽ പഠിക്കാനുള്ള എന്തോ ബുക്കാണ്. നമ്മളെ ബഷീർക്കയുടെ മോൻ ചേർന്ന കോളേജിൽ പഠിച്ച ഉടനെ നീ നമ്മുടെ കച്ചവടത്തിൽ വരണമെന്നൊന്നും ഇപ്പോൾ പറയില്ല. അത് പഠിക്കും, നമുക്കാ പഠിക്കാൻ പറ്റിയില്ല. മോനൊക്കെ ചേർന്നാ നല്ലതാണ്. എന്തോ BBM-ഓ BBL-ഓ ആ അത് തന്നെ. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് കച്ചവടത്തിലൊക്കെ കയറിയാൽ മതി. സമയം എടുത്തോ. എന്ത് കച്ചവടം? എന്ത് ബിസിനസ്? എന്റെ ബിസിനസ്, നമ്മുടെ ബിസിനസ്. എനിക്ക് കച്ചവടം താല്പര്യമില്ല. നീ കെട്ടിക്കണേൽ കച്ചവടക്കാരനെ കൊണ്ട് കെട്ടിക്കണേ. നിങ്ങളെ ജീവിതം കഴിഞ്ഞിട്ട് തന്നെ മടുത്തു. എന്ത് മടുത്ത്? ഇതുവരെ ആയത് എങ്ങനെ? സമയമില്ല, ഒന്നും. ഏത് സമയമില്ല? ഇതൊക്കെ നന്ദി കാണിക്കണം. ഇത്രയും നാള് കഴിച്ചതും തിന്നതും കുടിച്ചതും ഒക്കെ ഈ കച്ചവടത്തിൽ നിന്ന് തന്നെയാണ്. പൈസ മാത്രല്ല ഉപ്പാ, നിങ്ങളൊക്കെ ലൈഫ് കണ്ടിട്ട് തന്നെ എനിക്ക് ബിസിനസ് താല്പര്യം പോയി. ഞാനൊക്കെ എന്ത് കുറവാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്? പഠിക്കട്ട് പിള്ളേർ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ പഠിച്ച് കച്ചവടത്തിൽ വരട്ടെ എന്ന് പറയുമ്പോ ഒരുപക്ഷെ ഈ മോളും പ്രതികരിച്ച രീതി ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിൽ. മോളെ തിരക്കിലാണോ? തിരക്ക് എല്ലൊന്നുമില്ല. മോളിഞ്ഞ് ഇവിടെ ഇരി. ഞാൻ ഇതൊക്കെ ഒന്ന് പൂട്ടി വെക്കട്ടെ. Tell me how was your day? എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റാ? എന്ത് ഗിഫ്റ്റ്? ഐപാഡ്. ഐപാഡാ? ആരെന്ന്? ആ മാഷാഅല്ലാ. അപ്പൊ ഇന്ന് പാർട്ടി. ഓഹോ അടിപൊളി. ആ കൊച്ചു വരട്ടാ? ഉറങ്ങിയാ? ഇല്ല. ആഹാ, ഇത് നമ്മള് ബഷീർഖാന്റെ മോന്റെ കോളേജ് ബ്രൗഷറാണ്. BB ആണല്ലോ. നമ്മളേതും കുട്ടിക്കാലത്ത് ഇങ്ങനെ ബ്രൗഷറൊന്നും കൊണ്ട് ആരും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കച്ചവടമൊന്നും പഠിച്ചൊന്നും അല്ല മോളെ നമ്മളൊക്കെ ചെയ്തത്. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ പറ്റില്ല. നിങ്ങളെ പോലുള്ള മക്കളൊക്കെ വന്നില്ലെങ്കിലേ ഇതൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വരും. ഞാൻ ഇതിൽ ഓൾറെഡി എൻറോൾ ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. എവിടെ? ഇതില് യൂണിവേഴ്സിറ്റിയിൽ BBA കോഴ്സ്. ആണോ? അതാ എന്റെ മോള് കച്ചവടത്തിൽ വരണം. കാരണം ഉപ്പ തോറ്റെടുത്തൊക്കെ മോള് ജയിക്കണം. ഉപ്പ അങ്ങനെ കുറെ സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുമുണ്ട്. നമുക്ക് ഭാഷ അറിഞ്ഞൂടാ, നമുക്ക് ഈ പറയുന്ന മാനേജ്മെന്റ് അറിഞ്ഞൂടാ, പഠിക്കാത്തതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. നീ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാവും. നമുക്ക് ഇനി എല്ലാം റെഡിയാക്കാം. എനിക്ക് പറയാനുള്ളത് മോളോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പനോടും അല്ല, നമുക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. കച്ചവടക്കാരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതല്ല, ശരിക്കും വീട്ടിൽ സമാധാനമില്ല എന്നുള്ളതാണ്. വീട്ടിൽ പലപ്പോഴും ഭാര്യയുമായിട്ടും കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് പലപ്പോഴും ബിസിനസ്സുകാർ തോറ്റു പോകുന്നത്, മാർക്കറ്റ് പ്ലേസിലല്ല. പ്രത്യേകിച്ച് മക്കളുമായിട്ടുള്ള ഇടപാടിൽ നമുക്ക് സ്നേഹവും സമാധാനവും ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ ആൻഷ്യസ് ആവുന്നത്, ഓവർ തിങ്ക് ചെയ്യുന്നത്. കാരണം ഈ ബിസിനസ് ആരുടെ കയ്യിൽ കൊടുക്കും? സക്സഷൻ പ്ലാനിങ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ ഫെയിൽ ആവുന്നത് സക്സഷൻ പ്ലാനിങ്ങിലാണ്. ബിസിനസ്സുകാരന്റെ ബിസിനസ്സിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബിസിനസ്സുകാരൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇന്നൊരു കോമൺ കേസാണ്. സ്വന്തം ബിസിനസ്സിനെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പല ബിസിനസ്സുകാരും ഇന്ന് സ്ട്രഗിൾ ചെയ്യാണ്. കാരണം കുട്ടികൾക്ക് ഈ ബിസിനസിന്റെ വിഷൻ അറിയില്ല. ജീവിതകാലം മുഴുവൻ സ്വന്തം ചോര നീരാക്കി ബിസിനസ്സിനെ വളർത്തിയത് എന്തിനാണെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തടത്താണ് പല ബിസിനസ്സും പരാജയപ്പെട്ടു പോകും. പലപ്പോഴും ഒരു ബിസിനസ്സുകാരൻ അവന്റെ ഒരുപാട് സ്വപ്നങ്ങളും സമയവും അവന്റെ ഫ്രീഡം ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഈ ബിസിനസ്സിനെ വളർത്തുന്നത്. പക്ഷെ മറന്നു പോകുന്നത് ഇതാ ഈ മക്കൾക്ക് എന്തായിരുന്നു വേണ്ടത് എന്ന് പലപ്പോഴും ഉപ്പമാര് മറന്നു പോകാറുണ്ട്. ലോകത്ത് വിലമതിക്കാനാവാത്ത ഒന്നാണ് സമയം എന്ന് പറയാറുണ്ട്. പൊതുവെ ബിസിനസ് ഫീൽഡിലുള്ള പാരന്റ്സ് ഒക്കെ പറയാറുള്ളത്, നമ്മൾ നിനക്ക് എല്ലാം തരുന്നുണ്ടല്ലോ, പൈസ തരുന്നുണ്ട്, വേണ്ട ഗാഡ്ജറ്റ്സ് തരുന്നുണ്ട്, ഐഫോൺ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്, പിന്നെ എന്താ നിനക്ക് കുറവെന്ന് ചോദിക്കാറുണ്ട്. കുറവുള്ള ഒരേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ, സ്നേഹം, മനസ്സിലാക്കൽ, സമയം. ഒരൊറ്റടിക്ക് ഓക്കെ ഞാൻ ബിസിനസ് ഏൽപ്പിക്കുകയാണ്, നീ ഇതിലൂടെ ചൂസ് ചെയ്യണം കരിയർ പാത്വേ എന്നതിലുപരി വാട്ട് യു ലവ്, നിനക്ക് എന്താ ഇഷ്ടമുള്ളത്, നീ ഏത് പാത്വേയിലേക്കാണ് പോകേണ്ടത്, ആ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി അവിടെ മനസ്സിലാക്കി കുറച്ച് സമയം ചെലവഴിക്കാൻ ബിസിനസ്സിലുള്ള മാതാപിതാക്കളായിക്കോട്ടെ, പ്രൊഫഷണലുള്ള മാതാപിതാക്കൾ തയ്യാറായി കഴിഞ്ഞാൽ മക്കളുടെ കരിയറിൽ
ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഇത് ബിസിനസ് എന്ന് മാത്രമല്ല, ഏത് പ്രൊഫഷനിൽ കയറുന്ന സമയത്തും നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വാപ്പയായിട്ടും ഉമ്മയായിട്ടും കയറാൻ പറ്റണം. അവിടെ നമ്മുടെ ബിസിനസ് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരരുത്, നമ്മുടെ പ്രൊഫഷൻ വീടുകളിലേക്ക് കൊണ്ടുവരരുത്. കാരണം അതിവിടെ വീട്ടിൽ നന്നായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, വീടെന്ന് പറയുന്ന സ്വർഗം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ചിന്തിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഒരു വാപ്പ, ഒരു ഉമ്മ എന്ന് പറയുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാവുന്ന ഒരുപാട് ഉപ്പമാരുണ്ടാകണം. അങ്ങനെ ഉപ്പമാരുണ്ടാകുന്ന സമയത്ത് വഴി തെറ്റാതെ പോകുന്ന മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ റേസ് ചെയ്യാൻ പറ്റും. പുറത്ത് അയാൾ കച്ചവടക്കാരനായിരിക്കും, പക്ഷെ അകത്ത് കയറുമ്പോൾ അയാൾ പൂർണ്ണമായ അർത്ഥത്തിൽ വാപ്പയായിരിക്കണം. അകത്തൊരു ഉപ്പ എന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കുമ്പോഴാണ് സ്വന്തം മകൾ ആ മകൾ എന്ന റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നത്. പിന്നീട് മക്കളും ഉപ്പയുടെ സ്വപ്നത്തിനപ്പുറം ഉപ്പ കൊണ്ട് നടന്ന റെസ്പോൺസിബിലിറ്റി സ്വന്തം റെസ്പോൺസിബിലിറ്റി ആക്കി ഒക്കെ മാറ്റിയെടുക്കുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ ബിസിനസ് തലമുറയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഉപ്പയുമായിരിക്കണം, മകളുമായിരിക്കണം.